ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എക്സ് മെറിഡിയൻ മൂണാണ്. നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 28 April 2008 AM ആണ്. DR എന്നേക്കോ 25 degree 20 minutes നോർത്ത്, 75 degree 00 minutes ഈസ്റ്റ്. മൂണിൻ്റെ അപ്പർ ലിംബ് 41 degree 49.0 minutes സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ്. GMT എന്നേക്കോ 01 hour 32 minutes 40 seconds. ഇൻഡെക്സ് എറർ തന്നിട്ടുണ്ട് 2.5 minutes ഓണ്, ഹൈറ്റ് ഓഫ് 15 meter. ഫസ്റ്റ് നമ്മൾ GMT ചെക്ക് ചെയ്തു, LMT ഡേറ്റ് കറക്റ്റാണോ നമ്മൾ ചെക്ക് ചെയ്തു. GMT 28th ഡേയിൽ എഴുതി. LIT നമ്മൾ നമ്മുടെ ലോങ്ങിറ്റ്യൂഡ് ഡിവൈഡഡ് ബൈ 15 ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് LIT കിട്ടി. ഇവിടെ ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ്സും വെസ്റ്റ് ആണെങ്കിൽ മൈനസും ആണ്, കാരണം GMTന്ന് LMTയിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഡേറ്റ് ചേഞ്ച് ആവാത്തതുകൊണ്ട് സെയിം GMT ഒന്ന് മനസ്സിലായി. അതുകൊണ്ട് സെയിം GMTയിലുള്ള GH എടുത്തു. GH നമ്മൾ അലമനാക്കി പോയി. 28th April 28th April എടുത്തു. 28th April 01 hour. 28th April 01 hour എന്ന് പറയുമ്പോൾ 286 degree 50.2 minutes നമുക്ക് GH കിട്ടിയത്. അതിൻ്റെ കൂടെ വി കറക്ഷൻ എഴുതുക 11.8 ബ്രാക്കറ്റിൽ. അത് കഴിഞ്ഞിട്ട് ഇൻക്രിമെൻറ്റിന് കുറച്ച് സ്പേസ് കൊടുക്കുക. അതേപോലെ തന്നെ അതേ സമയത്ത് ഡിക്ലിനേഷനും ഡീകറക്ഷനും നമ്മുടെ ഇതും എഴുതി വെക്കുക, എന്ത് HP. ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചതിന് ശേഷം ഇൻക്രിമെൻറ്റ് ടേബിളിലോട്ട് പോവുക. നമ്മുടെ ഇതിനകത്തുള്ള GMTയിലുള്ള ടൈം നോക്കുക 32 minutes. 32 minutes ഇൻക്രിമെൻറ്റ് ടേബിളിൽ എടുക്കുക. 40 second, മൂണിൻ്റെ 40 second എടുക്കുക. 7 degree 47.7 ആണ് നമുക്ക് ഇൻക്രിമെൻറ്റ്. വി കറക്ഷൻ എന്ന് പറയുന്നത് 11.8 ആണ്. അതിൻ്റെ തൊട്ട് വലത്തെ സൈഡിലുള്ള ടേബിൾ എടുക്കുക. അതിനകത്ത് 11.8ന് പാരലലായിട്ടുള്ള നമ്പർ ഏതാണോ അത് എഴുതുക. ഇവിടെ 6.4 minutes ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പുതിയ GH കിട്ടും. ആ GHയുടെ കൂടെ ലോങ് ഈസ്റ്റ് ആണെങ്കിൽ പ്ലസ് ചെയ്യുക, വെസ്റ്റ് ആണെങ്കിൽ മൈനസ് ചെയ്യുക. ഇവിടെ ലോങ് ഈസ്റ്റ് പ്ലസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് 360യേക്കാൾ കൂടുതൽ വന്നു, അപ്പം -360 ചെയ്യുക. അപ്പോൾ നമുക്ക് LH കിട്ടും 9 degree 44.3. ഈ LH എന്ന് പറയുന്നത് P ആണ്. എപ്പോൾ നമ്മുടെ LH 180യേക്കാളും താഴെ ആയിട്ടുള്ള സമയങ്ങളിൽ മാത്രം നമ്മുടെ LH P ആണ്. അല്ലാന്നുണ്ടെങ്കിൽ LHനെ 360 കൊണ്ട് മൈനസ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ P. ഇവിടെ നമുക്ക് അടുത്തിന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഡിക്ലിനേഷൻ, അതേപോലെ തന്നെ ഡീകറക്ഷൻ വെച്ച് ഡിക്ലിനേഷൻ കണ്ടുപിടിച്ചു. L ഡിഫറൻസ് T കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സെക്ഷൻ്റെ ഓൾട്ടിറ്റ്യൂഡ് 41 degree 49 minutes നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇൻഡെക്സ് എറർ എന്ന് പറയുന്നത് 2.5 minutes ഓൺ എന്നാണ്. ഓൺ ആയതുകൊണ്ട് നമ്മളിവിടെ മൈനസ് ചെയ്തു, നമുക്ക് ഒബ്സർവേഴ്സ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. ഡിപ്പ് നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചു. ലാസ്റ്റത്തെ പേജിലുള്ള ടേബിളിൽ നിന്ന് ഡിപ്പ് എടുത്തു. ഡിപ്പ് നമുക്ക് തന്നേക്കുന്ന 15 meters ആണ്. 15 meters ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചു. 6.8 മൈനസ് ചെയ്ത് നമുക്ക് അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡ് കിട്ടി. നമുക്ക് അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡ് 41 degree ആണ്. 41 degree ആ ടേബിളിൽ നോക്കുക. 41 degree 46 minutes. അപ്പോൾ 52.6ഉം 52.5ഉം കിട്ടി. അത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 52.6 ആയിട്ട് എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നേക്കുക അപ്പർ ലിംബ് ആയതുകൊണ്ട് താഴത്തോട്ട് വരിക. സെയിം ലൈനിൽ കൂടെ തന്നെ താഴത്തോട്ട് വരിക. അപ്പർ ലിംബിൽ നമുക്ക് HP കിട്ടിയത് 55.5 ആണ്. 55.5 എടുക്കുക, 2.6 വരും. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പാരൻ്റ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ കൂടെ മെയിൻ കറക്ഷനും HP കറക്ഷനും ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് -30 minutes ചെയ്യുക. കാരണം എന്താ, നമ്മുടെ മൂന്ന് അപ്പർ ലിംബാണ്. അത് കാരണം അപ്പർ ലിംബ് ആയത് കാരണം -30 minutes ചെയ്യുക. അപ്പോഴാണ് നമുക്ക് ട്രൂ ഓൾട്ടിറ്റ്യൂഡ് കിട്ടുന്നത്. ആ ട്രൂ ഓൾട്ടിറ്റ്യൂഡിനെ -90 degree ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്നതാണ് നമ്മുടെ സെനിറ്റ് ഡിസ്റ്റൻസ്. അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. MZD ആണ് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. MZD കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ cos TZD + 1 - cos P × cos lat × cos declination. നമുക്കിവിടെ cos TZD നമ്മളിപ്പോൾ TZD കണ്ടുപിടിച്ചു. നമുക്ക് ലാറ്റും ഡെക്ലിനേഷനും നമ്മൾ കണ്ടുപിടിച്ചു. ലാറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ഡെക്ലിനേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞ് P നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തു. ഇവിടെ LH = P നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി ഇതെല്ലാം ഫോർമുലയായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് cos MZD ഒരു വാല്യൂ കിട്ടും. cos ഇൻവേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് MZD കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ ഡയഗ്രാം വരയ്ക്കുക.
ഇത് സെനി ഡിസ്റ്റൻസ് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്, നടുക്ക് സെനി ഡിസ്റ്റൻസ് ഇടുക. ലാറ്റിറ്റ്യൂഡ് ഏതാ നോക്കുക. നമുക്കിവിടെ നോർത്ത് ആയതുകൊണ്ട് ഇക്വിനോക്ഷ്യൽ താഴെ വരും, കാരണം നമ്മളെ നോർത്തിലാണെന്ന് സങ്കല്പിക്കുക. നമ്മൾ നോർത്തിലാണ്, നമ്മൾ ബോഡിയാന്ന് സെനി ഡിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ നോർത്തിലാണെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ഇക്വേറ്റർ ആണെന്ന് വിചാരിക്കുക. ഇക്വേറ്റർ അപ്പം നമ്മുടെ താഴെ വന്നാൽ നമ്മൾ നോർത്തിൽ വരുള്ളൂ. ഇവിടെ നമ്മുടെ ഡെക്ലിനേഷൻ സൗത്തിലായതുകൊണ്ട് ഇവിടെ വരും നമ്മുടെ ഡെക്ലിനേഷൻ. സെനി ഡിസ്റ്റൻസ് ഇവിടെ, ഇക്വിനോക്ഷ്യൽ ഇവിടെ വരും. ഇങ്ങനെ അതിന് കുറച്ച് താഴെയായിട്ട് നമുക്ക് ഡെക്ലിനേഷൻ കിട്ടും. ബോഡി ഇടുക, അതാണ് നമ്മുടെ ഡെക്ലിനേഷൻ. ഇക്വിനോക്ഷ്യൽ തൊട്ട് എക്സ് വരെ ഉള്ളതാണ് നമ്മുടെ ഡെക്ലിനേഷനും. സെനിത്ത് ഡിസ്റ്റൻസ് സെനിത്ത് തൊട്ട് ഇക്വിനോക്ഷ്യൽ വരെ ഉള്ളതാണ് നമ്മുടെ ലാറ്റിറ്റ്യൂഡ്. സെനിത്ത് തൊട്ട് ബോഡി വരെ ഉള്ളതാണ് നമ്മുടെ സെനി ഡിസ്റ്റൻസ്. ഈ ഒരു സിനാരിയോയിൽ സെനി ഡിസ്റ്റൻസ് മൈനസ് ഡെക്ലിനേഷൻ ആയിരിക്കും നമ്മുടെ ലാറ്റിറ്റ്യൂഡ്. നമുക്കിവിടെ സെനി ഡിസ്റ്റൻസ് അറിയാം, ഏത് MZD ആണ് നമ്മുടെ സെനി ഡിസ്റ്റൻസ്. ഡെക്ലിനേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അത് തമ്മിൽ മൈനസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കുള്ള വാല്യൂ ആണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ലാറ്റിറ്റ്യൂഡ്. അത് നോർത്താണ്. എന്തുകൊണ്ട്? നമ്മുടെ സെനിത്ത് നോർത്തിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലായതുകൊണ്ട് അതിൻ്റെ ഇതെന്ന് പറയുന്നത് നോർത്തിലാണ്. അടുത്ത് ഇനി നമ്മൾ അസിമത്ത് കണ്ടുപിടിക്കാനായിട്ട് എയും ബിയും കണ്ടുപിടിക്കണം. എന്നിട്ട് എയും ബിയുടെ അൾജിബ്രിക് സമാണ് സി എന്ന് പറയുന്നത്. എ കണ്ടുപിടിക്കാനായിട്ട് ടാൻ ലാറ്റ് അപ്പോൺ ടാൻ പി, അതാണ് ഫോർമുല. ടാൻ ലാറ്റ് നമുക്ക് ഒബ്സോർഡ് ലാറ്റ് എടുക്കുക. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ഒബ്സോർഡ് ലാറ്റും ടാൻ പിയും കൂടെ എടുക്കുക. ഇതിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്താണോ ഒബ്സർവ്ഡ് ലാറ്റിൻ്റെ സൈന് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതാണ് എയുടെ സൈന്. ബിയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ടാൻ ഡെക്ലിനേഷൻ അപ്പോൺ സൈൻ പി. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു വാല്യൂ കിട്ടും. അതിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്താണോ ഡെക്ലിനേഷൻ്റെ സൈന് അതാണ് ബിയുടേത്. ഇത് രണ്ടും കൂടെ സെയിം സൈൻ ആണെങ്കിൽ ആഡ് ചെയ്യുക, ഡിഫറെൻറ്റ് സൈൻ ആണെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുക, എന്നിട്ട് വലുതിൻ്റെ വാല്യൂ കൊടുക്കുക. അതാണ് സി കണ്ടുപിടിക്കുന്നത്. അടുത്ത അസിമത്ത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ ടാൻ അസിമത്ത് ഈസ് ഈക്വൽ ടു 1/c കോസ് ലാറ്റ്. ഇനി സി ഈ വാല്യൂസ് ഇവിടെ ഇട്ട് കൊടുക്കുക, കോസ് ലാറ്റ് ഇവിടെ ഇട്ട് കൊടുക്കുക. നമുക്ക് ടാൻ അസിമത്ത് ഒരു വാല്യൂ കിട്ടും. അത് ക്വാഡ്രൻറ്റ് ഫോമിലായിരിക്കും. അതിനെ നമ്മൾ ക്വാഡ്രൻറ്റ് ഫോമിന് നെയിമിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ സൗത്ത് ആണോ നോർത്ത് ആണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സി ആണ്. സിക്ക് എന്ത് സൈനാണോ അതാണ് നമ്മുടെ അസിമത്തിൻ്റെ സൗത്ത് ആണോ നോർത്ത് ആണോ എന്നുള്ള സൈന്. ഇനി വെസ്റ്റ് ആണോ ഈസ്റ്റ് ആണോ നോക്കുന്നത് LHA ഗ്രേറ്റർ ദാൻ 180 ആണെന്നുണ്ടെങ്കിൽ ഈസ്റ്റും, LHA ലെസ് ദാൻ 180 ആണെന്നുണ്ടെങ്കിൽ വെസ്റ്റുമാണ്. ഇവിടെ നമുക്ക് LHA എന്ന് പറയുന്നത് ലെസ് ദാൻ 180 അത് കാരണം നമ്മുടെ വെസ്റ്റ് ആവും. അപ്പം നമുക്ക് മറ്റേ ക്വാഡ്രൻറ്റ് ഫോം അറിയാം. നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ്. ഇവിടെ നോർത്ത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആസിറ്റീസ് ആണ്, സൗത്ത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ 180 മൈനസ്, ഇവിടെ ആണെങ്കിൽ 180 പ്ലസ്, ഇവിടെ -360. നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നതെന്ന് പറഞ്ഞാൽ സൗത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ആയിട്ട് വരും. 180 പ്ലസ് ചെയ്യുക, നമുക്ക് കിട്ടിയ അസിമത്തിൻ്റെ വാല്യൂ പ്ലസ് 180 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അസിമത്ത് ട്രൂ കിട്ടും. അതിനോട് +or -90 ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് ലൈൻ ഓഫ് പൊസിഷൻ കിട്ടുന്നത്. അത് ഇതേപോലെ ഡയഗ്രാമായിട്ട് വരച്ച് വെക്കുക. കഴിഞ്ഞു.